മറ്റാരുണ്ട് LDF അല്ലാതെ? വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ പ്രീ പോൾ ട്രെൻഡ് അനാലിസിസ് 2026 പാലക്കാട് ജില്ലയിലേക്ക് നമ്മൾ കടക്കുന്നു. പാലക്കാട് ജില്ലയിൽ എന്താണ് 2021 അവസ്ഥയെന്ന് ആദ്യം പരിശോധിക്കാം. 10 ഇടങ്ങളിൽ LDFന്റെ കൊടുങ്കാറ്റ് വീശിയതാണ്. 2 ഇടങ്ങളിൽ മാത്രമാണ് UDF. 2 ഇടങ്ങളിൽ മാത്രമാണ്. ഒന്ന് മണ്ണാർക്കാട്, ഒന്ന് പാലക്കാട്. പാലക്കാട് എന്ത് സംഭവിക്കുമെന്നാണ് എല്ലാവർക്കും അറിയുന്നത്. പക്ഷെ നമ്മൾ അവസാനമേ പാലക്കാട് സംഭവിക്കുമെന്ന ആശങ്കയുള്ള മറ്റൊരു മണ്ഡലത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തൃത്താലയാണോ? നോക്കാം. നമുക്ക് പാലക്കാട് ജില്ലയിലെ തൃത്താല മണ്ഡലത്തിലേക്ക് ആദ്യം കടക്കാം. തൃത്താല മണ്ഡലത്തിൽ കുറി കടുത്ത പോരാട്ടമാണ്. LDFിന് വേണ്ടി സിറ്റിംഗ് MLAയും മന്ത്രിയുമായ MP രാജേഷ്, UDFിന് വേണ്ടി നേരത്തെ 2 തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച VT ബൽറാം, NDAക്ക് വേണ്ടി കരുത്തനായ V ഉണ്ണികൃഷ്ണൻ. 3 പേരും തങ്ങളോട് ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ്. LDFിനും UDFിനും ജയസാധ്യതയാണോ? ആർക്കാണ് എഡ്ജ്? നമുക്ക് നോക്കാം. തൃത്താലയിൽ അട്ടിമറി ഉണ്ടാകുമോ? തൃത്താലയിൽ ഇപ്പോഴും ടൈറ്റ് ഫൈറ്റ് ആണ്. പ്രവചനാതീതമാണ് തൃത്താലയിൽ പ്രവചനാതീതമാണ്. കഴിഞ്ഞ തവണ 3000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കേരളം കണ്ട ഏറ്റവും നല്ല മന്ത്രിമാരിൽ ഒരാളാണ്. സംശയമൊന്നുമില്ല, ആർക്കും സംശയമില്ല. പ്രത്യേകിച്ച് തദ്ദേശ വകുപ്പിൽ അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളുടെ വികസനത്തിൽ, ഒപ്പം തന്നെ കെ സ്മാർട്ടാണ് കേരളത്തിന്റെ പഞ്ചായത്ത് കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാക്കിയത്. കാരണം ജനങ്ങൾക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോകണ്ട, മുനിസിപ്പാലിറ്റി പോകണ്ട, വീട്ടിലിരുന്ന് കാര്യങ്ങൾ ചെയ്യാവുന്ന രീതിയിലേക്ക് സംവിധാനങ്ങൾ മാറ്റി. ഒരു അഴിമതി ആരോപണവും ഗംഭീര മന്ത്രിയായിരുന്നു, ഗംഭീര മന്ത്രിയും MLA ജയിക്കുന്ന ഉറപ്പില്ല. ട്രെൻഡ് മണ്ഡലത്തിലെ പ്രത്യേകത 2 തവണ വിജയിച്ച മണ്ഡലം. VT ബൽറാമിനെതിരെ അഴിമതി ആരോപണം ഇല്ലല്ലോ, പക്ഷേ മന്ത്രിയായിരുന്നില്ലല്ലോ. 2 തവണ അഴിമതി ആരോപണം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. നല്ല മന്ത്രിയായിരുന്നല്ലേ പറഞ്ഞത്? അത്രേ ഉള്ളൂ. അതല്ലേ ജയിക്കുന്ന ഉറപ്പില്ല. നല്ല മന്ത്രിയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയം. നെക്സ്റ്റ് ഈസ് പട്ടാമ്പി. LDF മുഹമ്മദ് മുഹസിൻ, UDF DP ഷാജി, NDA P മനോജ്. പട്ടാമ്പിയിൽ ജയസാധ്യത LDF or UDF എന്നുള്ളതാണ്. ജനകീയനാണ്. മുഹമ്മദ് മുഹസിൻ or DP ഷാജി. പട്ടാമ്പിയിൽ മുഹമ്മദ് മുഹസിനെ തന്നെ നിർത്താനുള്ള CP നീക്കം ഫലം കാണും. ടിപ്പിക്കൽ UDF മണ്ഡലമാണ്. പക്ഷേ മുഹസിൻ കഴിഞ്ഞിട്ടേ മറ്റാരും. മുഹസിൻ മണ്ഡലം നിലനിർത്തുമെന്നുള്ളതാണ്. വ്യക്തിബന്ധമുണ്ട്, വോട്ടുകളുണ്ട്. ട്രെൻഡ് അനാലിസിസ് 17,974 വോട്ടുകൾക്ക് വിജയിച്ചു കയറിയതാണ് ഇക്കുറി മണ്ഡലം. കാര്യമായ ചർച്ച ആവശ്യമില്ലാത്ത കോൺഗ്രസ് വോട്ട് സമാഹരിക്കാൻ പറ്റില്ല. അതെ,